ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ വചനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വചനത്തോട് കൂടിയിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തിരശ്ശീല വീഴുകയാണ്. യോഹന്നാൻ സ്ലീഹ തന്നെ പറയുകയാണ്, ഈശോ ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അവയെല്ലാം എഴുതിയിരുന്നെങ്കിൽ ഇതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ലോകത്തിന് കഴിയാതെ വരുമായിരുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവിതത്തിലെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും സുവിശേഷങ്ങളിൽ ഇല്ല എന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ നോക്കുമ്പോൾ ഈശോയുടെ ആ ബാല്യകാലം മുതൽ ഒരു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നില്ല. അപ്പൊ പലർക്കും ഒരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് സുവിശേഷങ്ങൾ കൊടുക്കാത്തത്, എന്തുകൊണ്ടാണ് സഭ അതിനെ കുറിച്ച് മൗനമായിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, വചനം നമ്മുടെ നിത്യജീവന ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വചനത്തിലുണ്ട് അല്ലെ. യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, ഇതിനു പുറമെ ഈശോ ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതെല്ലാം ഇതിൽ എഴുതി വെച്ചു എന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ട് ലോകത്തിന് സാധിക്കില്ല. പിന്നെ എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ നിത്യജീവന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ വചനങ്ങൾ കേട്ടാൽ ഇതിനനുസരിച്ച് ജീവിച്ചാൽ തന്നെ നമുക്ക് നിത്യജീവനുള്ളത് എല്ലാം ആയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലീഹ മനഃപൂർവ്വം അങ്ങനെ ഒരു വചനം എഴുതി വെക്കുന്നത്. ഇഷ്ടമുള്ള ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവവചനം അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിത്യജീവനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ആത്മാവിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ശ്ലീഹ ഈശോയോട് പറയുന്നത്, കർത്താവ് ഞങ്ങൾ എവിടെ പോകാനാണ്, നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. ഈ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ വചനത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്